ഒരു അനുഭവം ഇന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താണെന്ന് നമുക്ക് കേൾക്കാം അല്ലേ? അതിനു മുമ്പേ പറയട്ടെ, മെമ്പർഷിപ്പ് എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് 3 ദിവസം ഓരോ കൃഷ്ണവിഗ്രഹം നറുക്കെടുത്തിട്ട് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലുണ്ടാവും. അപ്പം പെട്ടെന്ന് തന്നെ ഈ കൃഷ്ണവിഗ്രഹത്തെ ഈ അനുഭവത്തെ പറയാം. ഹരേ കൃഷ്ണ. നാളെ കണ്ണൻ്റെ ജന്മദിനമാണല്ലോ. ശ്രീ ഈ അനുഭവം ഒന്ന് പറയാൻ പറ്റുമോ? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ കണ്ണൻ്റെ ജന്മാഷ്ടമിയോടനുബന്ധിച്ചുള്ള മൈക്കും വെച്ച് റോഡിലൂടെ ഘോഷയാത്രയുടെ അറിയിപ്പ് കേട്ടുകൊണ്ടാണ് ഉണർന്നത്. ഇടയ്ക്കിടെ കണ്ണൻ്റെ പാട്ടും പാടുന്നുണ്ട് ഞാൻ. മനസ്സിൽ കണ്ണൻ്റെ പാട്ടും പാടിക്കൊണ്ട് വാഷ് ചെയ്ത തുണി ഉണക്കാൻ വേണ്ടി ടെറസിൽ പോയി. തിരിച്ചു ബക്കറ്റുമായി ബാത്റൂമിൽ വന്ന് ബക്കറ്റ് അവിടെ വെച്ചിട്ട് തിരിഞ്ഞ് അടുക്കളയിലേക്ക് കയറുമ്പോൾ എൻ്റെ പിന്നാലെ ഒരു കുഞ്ഞൻ പാമ്പ് വരുന്നു. അപ്പോൾ അതുവഴി ജോലിക്ക് പോകാൻ ഇറങ്ങിയ എൻ്റെ ഹസ്ബൻഡ് ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, വേഗം പോകൂ, അകത്തേക്ക് പോകൂ. ഞാനിതൊന്നും കണ്ടില്ല. കാരണം എൻ്റെ മനസ്സിൽ ചിലങ്ക കെട്ടി ഓടി ഓടി വാവാ പാടിക്കൊണ്ട് നടക്കുകയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ട് ഞാൻ തിരിച്ചു നോക്കി. മാറിയത് എൻ്റെ പിന്നിൽ നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് സൈഡ് ഒതുങ്ങി നിന്നു. പെട്ടെന്ന് എന്നോട് അമ്മയെന്ന് നിലവിളിച്ചു പോയി. എൻ്റെ ശബ്ദം കേട്ടിട്ടും എന്തോ അത് വേഗം ഡൈനിങ് റൂം ഹോളും കടന്ന് ഫ്രണ്ട് വാതിൽ കൂടെ കടന്ന് ഗ്രിൽസ് വഴി ഇറങ്ങിപ്പോയി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ ഞാൻ മാറിയില്ലെങ്കിൽ അതെൻ്റെ കാലിൽ കുടുങ്ങിയനെ. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റെയർകേസ് ഇറങ്ങി വന്നതുകൊണ്ട് മാത്രമാണ്, മനസ്സിൽ കണ്ണൻ്റെ പാട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ സമയത്ത് രക്ഷപ്പെട്ടത്. എൻ്റെ അമ്മയും ഇരിക്കുന്നുണ്ടായിരുന്നു. ആരെയും ഒന്നും ചെയ്തില്ല. നല്ല വഴി നിശ്ചയമുള്ള ആളെ പോലെ വേഗം വന്ന് പിൻവാതിലിലൂടെ വന്ന് മുൻവാതിലിലൂടെ അങ്ങോട്ട് പോയി. ഹരേ കൃഷ്ണ. അങ്ങയുടെ തൃപ്പാദങ്ങളിൽ കോടി കോടി നമസ്കാരം. ചിലങ്ക കെട്ടിയ ആ പാദങ്ങൾ ഓർമ്മിപ്പിച്ച് പാടിയത് കൊണ്ട് മാത്രമാണ് ഭക്തിവത്സലനായ ആ ഭഗവാൻ രക്ഷപ്പെടുത്തിയത്. ഇതിനു മുൻപ് വീടിൻ്റെ സ്റ്റെയർകേസിൻ്റെ അടിയിൽ പതുങ്ങിക്കിടക്കുന്നുണ്ടാവും. ഒരു വടിയെടുത്ത് ഗ്രിൽസിന് തട്ടുമ്പോഴാണ് ഓടിപ്പോവുക. പക്ഷേ വീടിനകത്ത് കയറിയത് ആദ്യമായിട്ടാണ്. ഹരേ ഗുരുവായൂരപ്പ. അനുഭവം ഗംഭീരാണല്ലേ? ഇന്നും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. എന്താണെന്ന് അറിയില്ല. അനുഭവങ്ങൾ പറയാനും എല്ലാം കൂടെ ഉണ്ണിക്കണ്ണൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഉണ്ണിക്കണ്ണൻ തന്നെയാണല്ലേ. ഉണ്ണിക്കണ്ണൻ്റെ കഥകളില്ലായിരുന്നെങ്കിൽ എന്താക്കുമായിരുന്നു നമ്മളൊക്കെ? ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. ഹരേ കൃഷ്ണ.